ഹലോ, ഇത് കാവുങ്കൽ ഉത്സവത്തിൻ്റെ ഡേ 2 ആട്ടോ. വടക്കേശ്ശേരി വാരത്തിൻ്റെ ഉത്സവമാണ്. അപ്പോൾ നമ്മളത് കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നേ. ഞാൻ ഈ വീഡിയോ മൊത്തത്തിലുള്ള വീഡിയോ ചാനലിൽ ഇടുന്നുണ്ട്. ഇത് ഞാനൊന്ന് ഷോർട്ടാക്കിയിട്ട് നല്ലപോലെ സ്പീഡ് കൂട്ടിയപ്പോഴത്തേക്ക് ബാക്ക്ഗ്രൗണ്ടിലുള്ള സൗണ്ടൊക്കെ നല്ല ബളബളാന്നാണ് കേൾക്കുന്നത്. പക്ഷേ എനിക്ക് ആ സൗണ്ട് മൊത്തത്തിൽ മ്യൂട്ട് ചെയ്യാനായിട്ട് തോന്നിയില്ല കേട്ടോ. നമ്മൾ നേരെ ചെന്ന് പടയണയൊക്കെ അമ്പലത്തിലോട്ട് കയറി കുറച്ച് നേരം അത് കണ്ടപ്പോൾ ഗാനമേള തുടങ്ങി കേട്ടോ. ഗാനമേള നമ്മുടെ കഴിഞ്ഞ ദിവസം അത്രയും വൈബൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ചെന്നപ്പോഴേ ആൾക്കാർ ഫുള്ള് നിരന്നിരിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സെറ്റപ്പ് ഇല്ലായിരുന്നു എന്ന് വേണം പറയാം. പിന്നെ മറ്റേ സരിഗമപ്പായിൽ ഏതോ ഒരു പാടിയിട്ടുള്ളൊരു പുള്ളിക്കാരനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പേരെന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല. പിന്നെ നമ്മുടെ പരിപാടിക്ക് ചേർക്കാൻ നല്ല അലമ്പായിരുന്നുണ്ട്. എൻ്റെ അക്കയുടെ കൊച്ചാണ്. പിന്നെ നേരെ അവനെയും കൊണ്ട് ബലൂണൊക്കെ മേടിച്ച് പിന്നെ അവൻ്റെ ആൾക്കാരുടെ കൂടെ ഇങ്ങനെ നടക്കുവാണ്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഐസ്ക്രീമൊക്കെ മേടിക്കുമ്പോൾ ഇത് കൂത്താട്ടോ. ഇതിങ്ങനെ പിള്ളേരെ കൊടുക്കുന്ന കൂത്താണ്. അപ്പോൾ പിന്നെ അവനെ കൊണ്ടൊന്ന് തുള്ളാനൊക്കെ പോയി. അവൻ ഭയങ്കര തുള്ളലായിരുന്നു കേട്ടോ. ഞങ്ങളതിൻ്റെ ഇടക്കോട്ട് പോയില്ല. ഞങ്ങളതിൻ്റെ അപ്പുറത്ത് നിന്നിട്ട് ഇങ്ങനെ എന്താ പറയുക, അവനങ്ങോട്ട് കരച്ചിലായിരുന്നു. ഓരോ കളിപ്പാട്ടക്കട കാണുമ്പോൾ ആ ഗൂഗിൾ പേ ആണെങ്കിൽ നല്ല പണി തന്നുകൊണ്ടൊന്നും വാങ്ങിക്കാനും പറ്റിയില്ല കേട്ടോ. അത്രയും ആൾക്കാരുണ്ടായിരുന്നുകൊണ്ട് നമ്മുടെ നെറ്റ് നല്ല ജാമായിരുന്നേ. പിന്നെ അവനെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഞാൻ അവനെ തുള്ളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടുത്തെ കൊട്ട് കേട്ടാൽ ആരാണെങ്കിലും തുള്ളിപ്പോൾ അമ്മാതിരി കൊട്ടാണ്. നമ്മളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റെപ്പെങ്കിലും വെക്കാണ്ട് പറ്റൂല. ഇവനൊക്കെ ചുമ്മാ കിടന്ന് തുള്ളലായിരുന്നു കേട്ടോ. ഭയങ്കര തുള്ളലായിരുന്നു ഇവനൊക്കെ ചുമ്മാ കിടന്ന്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. എല്ലാവരും മൊത്തത്തിൽ കിടന്നിട്ടുള്ള തുള്ളൽ പരിപാടീസായിരുന്നു. അപ്പോൾ സംഭവം എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ വെടിക്കെട്ടൊക്കെ കണ്ടിട്ടാട്ടോ പോകുന്നത്. കുറച്ച് നേരം വെടിക്കെട്ടൊക്കെ കണ്ടു. ലാസ്റ്റ് ഡേ അല്ലേ, അപ്പോൾ നമ്മൾ വെടിക്കെട്ടൊക്കെ കണ്ടിട്ടാണ് പോകുന്നത്. പിന്നെ ഞാൻ നേരെ അവിടുന്ന് ആലപ്പുഴയിൽ നിന്ന് മണ്ണഞ്ചേരി നേരെ വൈക്കത്തേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ആകുമ്പോൾ അമ്പലപ്പറമ്പ് ശൂന്യം. അപ്പോൾ